ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് BFOയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വനവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ അവിടെ ചോദിച്ചു കണ്ടേക്കുന്നുണ്ട്. വനവുമായിട്ട് റിലേറ്റ് ചെയ്ത ആക്ടുകൾ, അല്ലെങ്കിൽ വനത്തിന്റെ പ്രത്യേകതകൾ, ദേശീയോദ്യാനങ്ങൾ, പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും സ്ഥിരമായിട്ട് അവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ തടി ഉൽപാദനം, മണ്ണ് സംരക്ഷണം, കാലാവസ്ഥാ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം, ഏതാണ് പരോക്ഷ നേട്ടമല്ലാത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? തടി ഉൽപാദനം, അല്ലെ? തടി ഉൽപാദനം ഏതിലാണ് വരുന്നത്? പ്രത്യക്ഷത്തിലാണ് വരുന്നത്, അല്ലെ? പ്രത്യക്ഷ നേട്ടത്തിലാണ് തടി ഉൽപാദനം ഒക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി പരോക്ഷ നേട്ടത്തിലാണ് മണ്ണ് സംരക്ഷണം, കാലാവസ്ഥാ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം, ടൂറിസം, അല്ലെ? വിനോദം, ഇതൊക്കെ വരുന്നത് ഏതിലാണ്? ടൂറിസം, വിനോദം, ഇതൊക്കെ ഏതിലാ വരുന്നത്? പരോക്ഷ നേട്ടത്തിലാണ് വരുന്നത്. ഇനി അതുകൂടാതെ പ്രത്യക്ഷത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇന്ധനം, അല്ലെ? ഇന്ധനം, അതുകൂടാതെ അസംസ്കൃത വസ്തു, അതുകൂടാതെ ഭക്ഷണം, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? പ്രത്യക്ഷമായിട്ടുള്ള, അല്ലെ? പ്രത്യക്ഷമായിട്ടുള്ള നേട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വനം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സിലെ ആ വനം എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുമ്പോൾ അവിടെ ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ട ഏരിയ ആണ് എന്താണ് വനം, അല്ലെങ്കിൽ വനത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇനി വനവുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ പ്രത്യക്ഷ നേട്ടം, പരോക്ഷ നേട്ടം ഏതൊക്കെ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്, കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനദർ ഏരിയ ആണ് പശ്ചിമഘട്ടവുമായിട്ട് റിലേറ്റ് ചെയ്ത് 1 മാർക്കിന്റെ അല്ല 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഏതാണ്? ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം, സമ്പന്നമായ ജൈവ വൈവിധ്യം, പ്രാദേശികമായിട്ടുള്ള ജീവിവർഗങ്ങളും, വിശാലമായ കൃഷിഭൂമികൾ, വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങൾ. ഏതായിരിക്കും ഇവിടെ വരുന്നത്? സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും അടങ്ങുന്ന ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പശ്ചിമഘട്ടം, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ്. ഏത്? പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് 2012 ആണ്. ജൂലൈ 1-നാണ്, അല്ലെ? ജൂലൈ 1, 2012 ജൂലൈ 1-നാണ്. ഇനി ഇവിടെ പശ്ചിമഘട്ടത്തിൽ മൊത്തം പൈതൃക പട്ടികയിൽ നോക്കുകയാണെങ്കിൽ മൊത്തം 39 കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 20 എണ്ണവും ഏതാണ്? കേരളത്തിലാണ്, അല്ലെ? കേരളത്തിലാണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടാ. പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ് എന്നാണ് ചോദിക്കുന്നത്. പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ് എന്നാണ് പറയുന്നത്. ഏതായിരിക്കാം? യുനെസ്കോ ബയോസ്ഫിയർ റിസർവ്, യുനെസ്കോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആയിട്ടാണ് നമുക്ക് ഇതിനെ അറിയപ്പെടുന്നത്, ഈ പശ്ചിമഘട്ടത്തിനെ അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഉഷ്ണമേഖല മഴക്കാടുകൾ, മൊണ്ടേഗൻ വനം, ടൈഗ വനം, കണ്ടൽക്കാടുകൾ. ഏതാണ് ഇവിടെ? ടൈഗ വനമാണ് ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തതായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. ഇനി അതുകൂടാതെ നമുക്കറിയാം പ്രധാന വനവിഭാഗം എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖല മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, അല്ലെ? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, അതുകൂടാതെ കണ്ടൽ, അല്ലെ? കണ്ടൽ വനങ്ങൾ. ഇതൊക്കെ ഏതിൽ? കണ്ടൽ വനങ്ങൾ, പർവ്വത ഏരിയ, അല്ലെ? പർവ്വത വനങ്ങൾ, ഇത് തുടങ്ങിയവയൊക്കെ ഏതാണ്? നമുക്ക് ഈ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം, ഇന്ത്യയിലെ പ്രധാന വനവിഭാഗങ്ങളിലൊക്കെ വരുന്ന ആ ഒരു സെക്ഷനാണ്. അപ്പൊ ഇവിടെ ടൈഗ വനം എന്ന് പറയുന്നത് ഏതാണ്? ഇതിലെ പ്രധാന വനവിഭാഗം അല്ലാത്ത, ഇന്ത്യയിലെ പ്രധാന വനവിഭാഗം അല്ലാത്ത ഒരു ഏരിയ ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദിക്കുന്നത്. കേരളം, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, കർണാടക. ഏതായിരിക്കും ഇവിടെ വരുന്നത്? മധ്യപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ്. ഇനി ഇവിടെ കുറവ് വരുന്നത് ഹരിയാനയിലാണ്. ഹരിയാന ഏറ്റവും കുറവ് ഹരിയാനയിലാണ്. ഇനി ശതമാന അടിസ്ഥാനത്തിലും
കുറവ് വരുന്നത് ഏതാണ്? ഹരിയാനയാണ്. ഇനി ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വരുന്നത് മിസോറാം ആണ്. മിസോറാം. അപ്പൊ ഈ ഏരിയാസ് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം അല്ലെങ്കിൽ ശതമാനാടിസ്ഥാനത്തിൽ കുറവുള്ളത്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ളത്, കേന്ദ്രഭരണ പ്രദേശത്തിൽ കുറവുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ അവിടെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. അപ്പൊ നമ്മൾ ഒരു പുതിയ ബാച്ച്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പുതിയൊരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു അല്ലേ. അപ്പൊ നമുക്ക് ആദ്യ റാങ്ക് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴേ തൊട്ടേ നമുക്ക് എന്താണ് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇവിടെ നമുക്കൊരു മെയിൻ ആയിട്ട് നമ്മളിവിടെ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ സപ്പോർട്ടോട് ടൈം ടേബിളോട് കൂടിയാണ്, ടൈം ടേബിൾ ബേസ് ചെയ്താണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ ദിവസവും കറക്റ്റ് ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് ഇന്ന പോർഷൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള മെന്ററിന്റെ ഫുള്ളി സപ്പോർട്ടോട് കൂടി നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അതുകൂടാതെ നമ്മളിവിടെ വീക്കിലി ലൈവ് ക്ലാസ്സുകൾ എല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് ആയാലും എല്ലാ ടോപ്പിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെയുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ തരുന്നത്. അവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ, കാര്യങ്ങൾ, ഏരിയാസ് വരാൻ ചാൻസ് ഉള്ള എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നടക്കമാണ് നമ്മൾ അവിടെ ലൈവ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തത്. അതുകൂടാതെ വീക്കിലി നിങ്ങൾക്ക് എക്സാംസുകൾ വരുന്നുണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ആ ടൈം ടേബിൾ, ആ വീക്കിലി പോയ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ എക്സാംസ് ആയിരിക്കും വരുന്നത്. ഇനി അതുകൂടാതെ നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ടും PYQ ഡിസ്കഷൻസ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, ഇതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഇതാണ്. 8590202323. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നോക്കിക്കൂടാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇടുക്കിയാണ് അല്ലെ. ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ കാണുന്ന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ്? ഇരവികുളം അല്ലെ, ഇരവികുളം, പെരിയാർ, മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇടുക്കിയിൽ വരുന്ന ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊരു കോഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇരവി പെരിയാറിൽ മതിൽ കെട്ടാൻ പോയി, ആനയും പാമ്പും ഓടിച്ചു, അല്ലെങ്കിൽ ആനയും പാമ്പിനെയും കണ്ടു എന്നൊക്കെ ഒരു കോഡ് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക ഇടുക്കി അല്ലെ. ഇടുക്കിയിലെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇരവികുളം, പെരിയാർ, മതികെട്ടാൻചോല, ആനമുടി, പാമ്പാടും ചോല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാ. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം അല്ലെ. ചിന്നാർ വന്യജീവി സങ്കേതമാണ് ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. ഇനി ചിന്നാറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരളത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മഗ്ഗർ മുതലകൾ അല്ലെ. മഗ്ഗർ മുതലകള് നമുക്ക് ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ നക്ഷത്ര ആമകളുടെ പുനരധിവാസ കേന്ദ്രമാണ്. നക്ഷത്ര ആമയുടെ പുനരധിവാസ കേന്ദ്രമാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം. ഇനി അതുകൂടാതെ വെള്ളക്കാട്ടുപോത്തിന്റെ സാന്നിധ്യം, വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലവും ഏതാണ്? ഈ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഓരോ വന്യജീവി സങ്കേതങ്ങളും എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു പോകണം. ഇനി നെക്സ്റ്റ്, ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ചോല, ചെന്തുരുണി. ഏതാണ് ഓപ്ഷൻ? നമുക്കറിയാം ഏതാണ്? ചെന്തുരുണിയാണ് അല്ലെ. ചെന്തുരുണിയാണ് ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടത്തിൽ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏഷ്യൻ ആന, കടുവ, നീലഗിരി മാർട്ടിൻ, പുള്ളിപ്പുലി. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? നീലഗിരി മാർട്ടിൻ എന്നല്ല, മാർട്ടിൻ. അങ്ങനെ പ്രൊനൗൺസിയേഷൻ പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അണ്ണാന്റെ ആ ഒരു ഇതിൽ കുറച്ചുകൂടി വലിയ വാലൊക്കെ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ജീവിയാണ് അല്ലെ. അപ്പൊ അത് എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ഒരു ജീവിയാണ്.
അത് ഓർത്ത് വെക്കണം. പശ്ചിമഘട്ടത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ജീവിയാണ്. ഇനി അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതുകൂടാതെ നമ്മളിവിടെ കുറച്ചധികം ആക്ടുകൾ, വനവുമായി ബന്ധപ്പെട്ട ആക്ടുകൾ, കാര്യങ്ങൾ, അതുകൂടാതെ പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എത്ര % ആണ് വനമുള്ളത്, ഇന്ത്യയിലെ വനത്തിന്റെ ആ ഒരു ഉഷ്ണമേഖല ഇലപൊഴിയും പ്രത്യേകത എന്താണ്, അവിടെ കാണുന്ന സസ്യവിഭാഗം ഏതാണ്, അതുകൂടാതെ കണ്ടൽക്കാടുകൾ, അങ്ങനെ ഒത്തിരി അധികം ഏരിയാസ് നമ്മളവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ തൊട്ടേ പഠിച്ചു തുടങ്ങാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ. അപ്പോൾ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.